ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമേസിംഗ് സീക്രട്സ് ഓഫ് ബ്യൂട്ടി. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് കൊഞ്ച് റോസ്റ്റാണ്. അപ്പോൾ ഈ അടിപൊളി കൊഞ്ച് റോസ്റ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ചേക്കുവാണ്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 സവാളയാണ് അരിഞ്ഞു വെച്ചത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരു തക്കാളി, കുറച്ച് ചെറിയ ഉള്ളി, ഒരു പച്ചമുളക് ഇതും കൂടി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 2 സ്പൂൺ മുളക് പൊടി, ഇനി 1 സ്പൂൺ ഗരം മസാല പൊടിയും 1 സ്പൂൺ പെരുംജീര പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി കഴുകി വെച്ചേക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ കൊഞ്ചാണ് എടുത്തേക്കുന്നത്. അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കിടന്ന് തന്നെ അതൊന്ന് അതിൻ്റെ ടേസ്റ്റുള്ള ഒന്ന് ഇറങ്ങണം. ഏകദേശം അതിൻ്റെ മസാല എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് തേങ്ങാപ്പാൽ കുറച്ച് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോൺഫ്ലോർ കൂടെ കലക്കിയതാണ്. അതും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ഇതൊന്ന് ഡ്രൈ ആവണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. കൊഞ്ച് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല കമൻസ് ഒക്കെ ഇടുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.